തിയോളജി ഓഫ് ദ ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഈ ഒരു പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാക്കന്മാർ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന കുറേ മുന്നറിയിപ്പിൻ്റെ മണിമുഴക്കങ്ങൾ എന്ന് തന്നെ പറയാവുന്ന കുറേ ലേഖനങ്ങളുണ്ട്. അതിൽ കൂടെയെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലും കണ്ടിന്യൂ ചെയ്യുന്നത്. കൂടുതൽ പഠിക്കാൻ, കൂടുതൽ അറിയാൻ ബാബു സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ബാബു സാറിനെ തന്നെ ബാക്കി കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. യെസ് ടെസ, നമ്മളെ പോപ്പ് ബെനഡിക്ട് 16 പഠനങ്ങളെ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ഈ റോസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വ്യക്തമായിട്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ വേറൊരു ഡോക്യുമെൻ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഇത് അദ്ദേഹം 2013 പൊണ്ടിഫിക്കൽ കൗൺസിലിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. ഒരു പഠനമാണ്. അദ്ദേഹത്തിൻ്റെ പഠനം അദ്ദേഹം അവിടെ പറയുകയായിരുന്നു, മനുഷ്യനെക്കുറിച്ചുള്ള ക്രൈസ്തവ ദർശനം എന്ന് പറഞ്ഞാൽ ദ ക്രിസ്ത്യൻ ആന്ത്രപ്പോളജി. യഥാർത്ഥത്തിൽ വിനയത്തിൻ്റെയും വിശ്വസ്തതയുടെയും പുത്രസ്നേഹത്തിലേക്ക് വിളിക്കപ്പെടുന്ന വ്യക്തികളുടെ മഹത്വത്തോടുള്ള ഒരു വലിയ യെസ് ആണ്. അതിലൊരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് അധികം ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നില്ല, നമുക്ക് തുടരാതെ. മനുഷ്യൻ ഒരിക്കലും തന്നാൽ താനായിരിക്കുന്ന ഒരു സത്തയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിലെ ഒരു അജ്ഞാത നാമമായ വെറും ഒരു ഘടകമോ അല്ല. പിന്നെയോ പരോത്മുഖമായ ബന്ധങ്ങളോടും സാമൂഹികതയോടും ചേർന്ന് നിൽക്കുന്ന അവൻ അതുല്യനും സൃഷ്ടിയിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാനാവാത്തവനുമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ പറയുന്നത്, അതായത് നമ്മുടെ ക്രിസ്ത്യൻ ആന്ത്രപ്പോളജി, നമ്മൾ മുൻപുള്ള പിതാക്കന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി നമ്മളുടെ പേര് ചേഞ്ച് ചെയ്തു, നമ്മുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്തു. ഇതൊന്നുമല്ല ശരിയായിട്ടുള്ള നമ്മളുടെ ആന്ത്രപ്പോളജി, ഇല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള നമ്മുടെ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, അതായത് പരോത്മുഖമായിട്ട് നമ്മൾ സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവം സൃഷ്ടിച്ചപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടു കുറേ കാര്യങ്ങൾ അതിലുണ്ട്. എന്തുകൊണ്ട് ഞാൻ സ്ത്രീ ആയിരിക്കുന്നു, എന്തുകൊണ്ട് പുരുഷനായിരിക്കുന്നു, അതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പം പോപ്പ് ബെനഡിക്റ്റ് ഇവിടെ പറയുന്ന ഇതാണ്, നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് യുണീക്കായിട്ടാണ്. അത് നമ്മൾ അതുല്യരാണ്. വി കനോട്ട് കമ്പയർ അവർസെൽവ്സ് വിത്ത് അതേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ ആവർത്തിക്കാത്ത ഒരു വ്യക്തിയാണ്. ശരിക്കും വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ എപ്പോഴും യുവജനങ്ങളെ കാണുമ്പോൾ അവരോട് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, യു ആർ യുണീക്ക്, ഇൻഡിസ്പെൻസിബിൾ ആൻഡ് അൺറിപ്പീറ്റബിൾ. ഈ ആശയം തന്നെയാണ് പോപ്പ് ബെനഡിക്ട് 16 നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതുല്യരായിട്ടാണ്, യുണീക്കായിട്ടാണ്. നമ്മളെ അമൂല്യമാണ്. ബൈബിൾ പറയുന്നല്ലോ, നീ അമൂല്യമാണ്, നിന്നെപ്പോലെ വേറൊരാളെ എനിക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. എത്ര ബില്യൺ ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ യുണീക്കാണ്. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ശ്രേഷ്ഠത. നമുക്ക് താരതമ്യം ചെയ്യാൻ മറ്റൊരു വ്യക്തിയില്ല. ഇല്ല. അതുപോലെ തന്നെ നമ്മളെ ഇനി ഒരിക്കലും ഈ ലോകത്തിൽ റിപ്പീറ്റ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. വി ആർ അൺറിപ്പീറ്റബിൾ. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിസ്പെൻസിബിളാണ്. അത് നമ്മളെപ്പോലെ മറ്റൊരാളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഗ്രീഡിയന്റ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതായി ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് നമ്മൾ ഈ ലോകത്തിലേക്ക് നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മൾ വന്നതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഐഡൻറ്റിറ്റിയെ നമുക്ക് കീറി മുറിച്ച് നമ്മുടെ ശാരീരികമായിട്ട് നമ്മളെ വിരൂപപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യമുള്ള അവയവങ്ങളെ വെട്ടിമുറിച്ച് കളഞ്ഞുകൊണ്ട് നമ്മളെ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറിയുടെ പേരിലോ മറ്റു പല ഓമന പേരുകളിൽ നമ്മുടെ ഐഡൻറ്റിറ്റി മാറ്റിമറിച്ചാലും നമ്മുടെ ഐഡൻറ്റിറ്റി അവിടെ മാറാൻ പോകുന്നില്ല. അതാണ് പോപ്പ് ബെനഡിക്ട് 16 വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്.
ഈ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്നൊരു കാര്യം നമ്മൾ എപ്പോഴും പറയുമല്ലോ. അപ്പോൾ ഈ സാമൂഹ്യ ജീവിയായിട്ട് വരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ യുണീക്കായ ആ മനുഷ്യൻ അവനെ തന്നെ ഡിഫൈൻ ചെയ്ത് ഞാൻ ഇങ്ങനെയല്ല, ഞാനായിട്ട് നിൽക്കുന്നവനാണ് എന്നുള്ളൊരു ഐഡിയയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു സൊസൈറ്റിയുടെ ഇതും കൂടെ ബ്രേക്ക് ആവുകയാണല്ലോ. സൊസൈറ്റി മാത്രമല്ല, നമ്മുടെ കൾച്ചറും എല്ലാം ബ്രേക്ക് ആവുകയാണ്. അവിടെ നമ്മുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഫാമിലി മാരേജും എല്ലാം ബ്രേക്ക് ഡൗൺ ആകുകയാണ്. ഇപ്പോഴേ നമ്മൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ അദ്ദേഹം പ്രത്യേകം പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. നമ്മളെ ദൈവവുമായിട്ടും മനുഷ്യരുമായിട്ടും കമ്മ്യൂണിയനിൽ കഴിയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളൊരു ഫാമിലിയാണ്. നമ്മുടെ കുടുംബമാകുന്ന ഫാമിലി, നമ്മുടെ സമൂഹമാകുന്ന ഫാമിലി, അത് കഴിഞ്ഞ് ലോകമാകുന്ന നമ്മുടെ ഫാമിലി. അപ്പോൾ ഇതിന് നമുക്ക് പല ലെവൽസ് ഉണ്ടെങ്കിലും നമ്മളെല്ലാവരുമായിട്ട് നമുക്ക് പറ്റുന്ന വിധത്തിൽ ബന്ധപ്പെട്ട് കമ്മ്യൂണിയൻ ദൈവമായിട്ടും അതുപോലെ തന്നെ നമ്മളോട് തന്നെ നമ്മൾ ആ ഒരു യൂണിറ്റി, ആ ഒരു കമ്മ്യൂണിയൻ, അതായത് നമ്മൾ എല്ലാത്തിൽ നിന്നും നമ്മളെ വെട്ടിമുറിച്ച് മാറ്റിക്കളയുന്ന ഒരു ഐഡൻറ്റിറ്റി അല്ല നമ്മുടേത്. അപ്പോൾ ഈ കമ്മ്യൂണിയൻ എന്നുള്ള ആസ്പെക്റ്റ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അത് ദൈവത്തിൻ്റെ നേച്ചറിൻ്റെ ഭാഗമാണ്. കാരണം ട്രിനിറ്റേറിയൻ ദൈവം നമ്മൾ പറയുന്നത് അവിടെ എപ്പോഴും ഈ ഒരു ഇറ്റേണൽ കമ്മ്യൂണിയനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ഐക്യം, ബന്ധം. യെസ്. അപ്പോൾ ആ ഛായയെ, അതും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീയും പുരുഷനും അവരൊരു ശരീരമായി തീരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പരസ്പരമുള്ള കമ്മ്യൂണിയനും വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ഐക്യത്തിന്റെ തന്നെ ഒരു ട്രിനിറ്റിയുടെ ത്രിത്വത്തിന്റെ ഐക്യത്തിന്റെ തന്നെ ഒരു റിപ്ലിക്കയാണ് നമ്മൾ ഈ പറഞ്ഞത് മുഴുവനും. അതിൻ്റെ ഒരു റിപ്ലിക്ക. അതുകൊണ്ട് തന്നെ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല, ഒറ്റയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പഠനത്തിലും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പഠനങ്ങളെല്ലാം അദ്ദേഹം എടുത്ത് വളരെ ഊന്നുകൊടുത്ത്, വളരെ സ്ട്രെസ്സ് കൊടുത്ത് അതിനെക്കുറിച്ച് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമുക്ക് തരികയാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അദ്ദേഹം പറയുന്ന ഇതാണ്: ജെൻഡർ ഐഡിയോളജി നമ്മളെ ഹ്യൂമൻ ഐഡൻറ്റിറ്റിയിൽ നിന്നും ബയോളജിക്കൽ റിയാലിറ്റിയിൽ നിന്നും നമ്മളെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴേ അത് എല്ലാ തരത്തിലുള്ള കൺഫ്യൂഷനും നമ്മുടെയും ഈവൻ നേച്ചറിൽ തന്നെ, ബിക്കോസ് നമ്മൾ നേച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രകൃതം, അപ്പം എല്ലാ സൃഷ്ടിജാലങ്ങളോടുമുള്ള ഒരു ശരിക്കും പറഞ്ഞ ഒരു ഡിസോർഡറാണത്. കാരണം നമ്മളുടെ നേച്ചറെ തന്നെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ ഈ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാത്തിനെയും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും, മറ്റുള്ള വ്യക്തികളെ മാനിപ്പുലേറ്റ് ചെയ്യും, മറ്റുള്ള ഈ പ്രകൃതി ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമാണിത്. ഈ സൃഷ്ടിയുടെ മകുടമായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചു. പക്ഷേ മറ്റുള്ള സൃഷ്ടികളെല്ലാം ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു അംശമാണ്. ആ ദൈവത്തിൻ്റെ മഹത്വം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും എല്ലാ തരത്തിലുള്ള കൺഫ്യൂഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നേച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രകൃതം കൂടുതൽ വികലമാകും. ആ കൂടുതൽ നമ്മൾ അതിലേക്ക് പോകും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം. നമ്മുടെ പ്രകൃതി മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയും കൂടെ, ഇക്കോളജി, അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ്. ഒരു ബാലൻസ് ശരിക്കും യെസ്. നമുക്കൊരു നാച്ചുറൽ ലോ ഉണ്ട്, നാച്ചുറൽ ഓർഡർ ഉണ്ട്. അപ്പോൾ പ്രകൃതിക്ക് ഈ നാച്ചുറൽ ലോയും നാച്ചുറൽ ഓർഡറും നഷ്ടപ്പെടുമ്പോഴാണ് പ്രകൃതി തന്നെ ഇംബാലൻസ് ആകുന്നത്. അത് മനുഷ്യരിൽ മാത്രമല്ല, ഈ തരത്തിലുള്ള വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഒരു പ്രകൃതി തന്നെ. ഇന്ന് നമ്മൾ അപ്പം ശരിക്കും സഭ ഈ പ്രകൃതിയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു എലിയനേറ്റഡ് ആളായിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്ന ഐഡൻറ്റിറ്റിയുടെ ഒരു ബോക്സ് ഉണ്ടാക്കി എനിക്ക് അവിടെ ഇരിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ അസ്തിത്വത്തെ തന്നെ നമ്മൾ വെല്ലുവിളിക്കുക. എനിക്ക് തോന്നുന്നു ചില പാപങ്ങളെ നമ്മൾ ഈ പ്രകൃതി വിരുദ്ധം എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് തോന്നുന്നല്ലേ. ഇത് അഗൈൻസ്റ്റ് ദ നേച്ചർ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില നിയമങ്ങൾ. അപ്പോൾ ഈ നാച്ചുറൽ ലോയെക്കുറിച്ച് പറയുമ്പം നാച്ചുറൽ ലോ എപ്പോഴും അത് ഒരു സൃഷ്ടാവിൽ നമ്മളെക്കാട്ടിലും വലിയൊരു ശക്തിയിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന, അത് തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നാണ്.
ഹ്യൂമൻ ലോസ് ഉണ്ട്. നമുക്കിപ്പോൾ ട്രാഫിക് റൂൾസ് അല്ലെ അങ്ങനെയുള്ള റൂൾസ് അത് നമുക്ക് തന്നെ ഉണ്ടാക്കാം, എപ്പം വേണേലും നമുക്ക് മാറ്റാം. ഇപ്പോൾ സിവിൽ ലോസ്, ഇപ്പോൾ അമേരിക്കയിൽ അബോർഷൻ അവർ രാജ്യം മുഴുവനും അവർ 70കളിൽ അത് നിയമമാക്കി. ഇപ്പം അത് നിയമത്തിൽ നിന്ന് എടുത്തു മാറ്റി. അപ്പം അത് ഹ്യൂമൻ കൺട്രോളിലുള്ളതാണ്. പക്ഷേ പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുമ്പോഴാണ് പ്രകൃതി തന്നെ മാനിപ്പുലേറ്റഡ് ആയിട്ട് പ്രകൃതി പലതരത്തിലുള്ള അതിൻ്റെ പ്രതികരണങ്ങൾ, പ്രകൃതിയുടെ താളം തന്നെ. യെസ്, അതാണ് ഇവിടെ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ വീണ്ടും 2012 ഡിസംബറിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ റോമൻ ക്യൂരിയായോട് പറഞ്ഞതും വളരെ വളരെ അർത്ഥം നിറഞ്ഞതാണ്. ഞാനതിവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഇതെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇന്ന് ഇതേതാണ്ടൊരു പുതിയ കാര്യം ഇങ്ങോട്ട് വന്നു. നമ്മൾ ചരിത്രം പരിശോധിച്ചപ്പോൾ നമ്മൾ മനസ്സിലായി ഇത് സെക്കൻഡ് വേവ് ഫെമിനിനിസം മുതൽ 1960കൾ മുതൽ ഇതിങ്ങനെ ഇതിൻ്റെ വേവ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിങ്ങനെ വന്ന് തേർഡ് വേവിൽ പോയി, ഫോർത്ത് വേവിൽ പോയി, അവസാനം സെക്ഷൽ റെവല്യൂഷൻ്റെ പീക്കിൽ വന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നത്, ഇന്ന് കാണുന്ന ഈ ജെൻഡർ ഐഡിയോളജിയുടെ വിവിധ രൂപങ്ങൾ അതൊരു ഓവർനൈറ്റ് പ്രോസസ്സിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതല്ല. ഇത് വളരെ വളരെ ഇതിൻ്റെ സിംറ്റംസ് കാണുമ്പോഴേ പിതാക്കന്മാർ അതിനെക്കുറിച്ച് ഒരുപാട് വാണിങ്. അപ്പം 1970കളിൽ 79 മുതൽ 84 വരെയുള്ള സമയത്താണ് ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തെ പഠിപ്പിച്ചത്. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ആ കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുക. വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ 1968 അദ്ദേഹം ഈ കോൺട്രാസെപ്റ്റീവ്സ് ആളുകൾ ഉപയോഗിക്കാൻ സഭ അനുവദിച്ചാൽ എന്തൊക്കെയാണ് മാരകമായ ആപത്തുകൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് 4 പ്രോഫസികൾ 1968 പറഞ്ഞത് ഇതെല്ലാം ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് നമ്മുടെ മുമ്പിൽ നടക്കും. ഈ മാർപ്പാപ്പമാരുടെ ഒക്കെ ഒരു ദീർഘദർശനം എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. ഈ സഭയെ നയിക്കാനായിട്ട് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തികളെ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവാണ് അവർക്ക് വേണ്ടതായ ജ്ഞാനം കൊടുക്കുന്നത്. ഞാൻ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ അത് തന്നെയാണ് അതുകൊണ്ട് പറഞ്ഞത്, മുന്നറിയിപ്പിന്റെ മണിമുഴക്കങ്ങൾ എന്നുള്ളത്. ദാറ്റ് ഈസ് എക്സാക്ട്ലി, അത് വളരെ കറക്റ്റായിട്ടാണ് ടെസ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതും കൂടെ ഒന്ന് വായിക്കുകയാണ്. ജെൻഡർ എന്ന പദത്തിൻ്റെ നിഴലിൽ ലൈംഗികതയുടെ ഒരു പുതിയ തത്വചിന്തയായി അടിസ്ഥാനം ഉറപ്പിക്കുന്ന പലതിൻ്റെയും അടിസ്ഥാനങ്ങൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ പലതിൻ്റെയും വിവിധ മുഖങ്ങൾ ഇതൊക്കെയാണ്. ഈ ദർശനമനുസരിച്ച് സമൂഹം ഒരു വ്യക്തിക്കായി കൽപ്പിച്ചു നൽകുന്ന ലൈംഗികതയെ ഇപ്പോൾ ഒരു കാരണവശാലും പ്രകൃതിയുടെ ഘടകമായി കരുതാതെ അത് മനുഷ്യൻ സ്വയമേ അംഗീകരിക്കുകയും വ്യക്തിപരമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ചോയ്സായി മാത്രം കരുതുന്നു, ഒരു തിരഞ്ഞെടുപ്പായി മാത്രം കരുതുന്നു. അപ്പം ശരിക്കും ഒരു 10-12 വർഷം മുമ്പ് മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് ഇതിനെ റോമൻ ക്യൂരിയായോട് അഡ്രസ്സ് ചെയ്തതാണിത്. ശരിക്കും വിമർശനാത്മകമായിട്ട് തന്നെ അത് വളരെ ശക്തമായിട്ട് അതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ഈ പറയുന്നത് നമുക്ക് ഈ ജെൻഡർ ഐഡിയോളജി പ്രചരിപ്പിക്കുന്നവർക്ക് അഗൻസ്റ്റ് നമുക്കൊരു വിദ്വേഷമോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു അസ്വസ്ഥതയോ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഈ ഐഡിയോളജിയെയാണ്, സഭയും ഈ ഐഡിയോളജിയെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഈ ഐഡിയോളജി തെറ്റാണെന്നാണ് നമ്മൾ ഈ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ പല പല മേഖലകളിൽ നമ്മൾ പോയി എല്ലാം തുറന്നു കാണിക്കുന്നത് സത്യം എന്താണ് എന്ന് ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ആ ഒരു ആശയത്തെയാണ് സഭ എതിർക്കുന്നത്. ഒരു വ്യക്തിയല്ല, ആ ഒരു ആശയത്തെ തന്നെയാണ് സഭ എതിർക്കുന്നത്. തീർച്ചയായിട്ടും. പലപ്പോഴും പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട് ഒത്തിരി പേര്. ഇപ്പം ഇത് ഈ ഒരു കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് പലരും കടന്നു പോകുന്നുണ്ട്. ഈ ഒരു ഐഡിയോളജിയാണ് എതിർക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ അറിയുന്നില്ല അവരാരും. ഈ ആശയത്തെയാണ്, പക്ഷെ അതൊരു വ്യക്തിനിഷ്ഠമാണെന്നാണ് ആൾക്കാർ പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭേനെ ഒത്തിരി പേര് അത് എപ്പോഴും അങ്ങനെയാണ്. ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ
അവർ നല്ലതെന്ന് ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം അത് ശരിയല്ല എന്ന് പറയുമ്പോൾ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. നിങ്ങളെ പേരൻസ് തന്നെ ചില സമയം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് ഒരുപക്ഷെ മനസ്സിലായി എന്ന് വരികയില്ല. അവർ ചിന്തിക്കുന്നത് ഞങ്ങളുടെ പേരൻസ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത്ര ഫ്രീഡം തരാതെ ഞങ്ങളെ വളർത്താനാണ്, അല്ലെ അവർ പറയുന്നത് പോലെ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവർ എന്തൊക്കെയോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ദീർഘവീക്ഷണത്തിലുമൊക്കെ പല കാര്യങ്ങളും അവർ മനസ്സിലാക്കിയതും അനുഭവിച്ചതിൻ്റെയും വെളിച്ചത്തിലും ഒക്കെ ആകാം ഒരു പക്ഷേ അവർ പറയുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാം അവർ പറയുന്നത് നിങ്ങൾ തെറ്റാണെന്നോ ശരിയാണെന്നോ അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതേ രീതിയിലാണ് സഭ. സഭ നമ്മുടെ അമ്മയാണ്. അമ്മ പറയുമ്പം പലപ്പോഴും നമ്മൾ അമ്മമാരെയാണ് കൂടുതൽ നമ്മൾ എതിർക്കുന്നത്. കാരണം ഇത് ശരിയാണോ തെറ്റാണോ, അത് നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. പണ്ടൊക്കെ യൂത്തിനോട് സംസാരിക്കുമ്പോൾ അവർ പറയായിരുന്നു സഭ അത് എപ്പോഴും ഒരു ലോങ് ലിസ്റ്റ് ഓഫ് പ്രൊഹിബിഷൻ തരുന്ന ഒരു സംവിധാനമാണ്, അതിൽ നിന്ന് മാറി നിൽക്കാമെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടും. അങ്ങനല്ല സഭ. സഭയെന്ന് പറയുന്ന അതല്ല. സഭയ്ക്ക് ഒരു മോറൽ റൈറ്റ് ഈ ലോകത്തിലുള്ള ഒരു സംവിധാനങ്ങൾക്കും ഈ ഒരു മോറൽ ഒതൻറ്റിസിറ്റി ഇല്ല. അതുകൊണ്ട് ദേ കനോട്ട് ടോക്ക്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ സഭ അത് വളരെ ആധികാരികമായിട്ട് പറയുന്നു എന്നതിൻ്റെ അർത്ഥം ആ സഭയ്ക്ക് അത്രയും ഒതൻറ്റിസിറ്റി ഉണ്ട്. അത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ്. ഈശോ വന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് മറ്റു പല രീതിയിലും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് പിതാക്കന്മാരിലൂടെ ഒക്കെ. അതാ സഭയുടെ ഒരു റിച്ച്നെസ്സാണ്. അതുപോലെ പഠനങ്ങളും അതെ, അത് തന്നെയാണ് സഭയുടെ ആഴങ്ങളിലുള്ള ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. ലോകത്തിൽ വേറെ ഒരു സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു റിലിജനോ ഇല്ല. അതാണ് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും ബെനഡിക്റ്റ് മാർപ്പാപ്പ അദ്ദേഹം 2011 പറഞ്ഞ വേറൊരു പഠനം ഞാൻ അതും കൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ അവിടെ കോട്ടിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വലിയ കാര്യം, ദർ ഇസ് ആൻ ഇക്കോളജി ഓഫ് മാൻ. മനുഷ്യനും ഒരു പരിസ്ഥിതി ശാസ്ത്രമുണ്ട്. അപ്പം ഈ മനുഷ്യനും ഒരു നേച്ചറുണ്ട്. അത് അവൻ റെസ്പെക്റ്റ് ചെയ്യണം. അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ ഇക്കോളജി ഓഫ് മാൻ എന്ന് പറയുന്ന അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമുക്ക് മാൻ ഈസ് നോട്ട് എ സെൽഫ് ക്രിയേറ്റിംഗ് ക്രീച്ചർ. നമ്മളെ ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ സ്വയം ക്രിയേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമ്മുടെ ഇക്കോളജിയിലുള്ളതാണത്. അപ്പം മനുഷ്യൻ സ്വന്തമായിട്ട് ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ അവന് സാധിക്കുന്നില്ല. അവൻ ശരിക്കും ഈ സ്പിരിറ്റ് ആൻഡ് വിൽ, ആത്മാവും ശരീരവുമുള്ള എല്ലാ ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയും ഉള്ളത് അവൻ്റെ നേച്ചറിലാണ്, അവൻ്റെ ഈ ശരീരത്തിൻ്റെ നേച്ചറിലാണുള്ളത്. ആൻഡ് അവൻ്റെ ആ വില്ലും അവൻ്റെ ആത്മാവും അവൻ്റെ ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയും അവൻ്റെ ശരീരവും അതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, റെസ്പെക്റ്റബിളാണ്. അതൊരിക്കലും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മളെ സൃഷ്ടിക്കാനും സ്വയം നമ്മൾ ചിന്തിക്കുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ നമുക്കായിത്തീരാനും പറ്റുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ ഈവൻ വി ആർ ഗോയിങ് അഗൻസ്റ്റ് അവർ നേച്ചർ. നമ്മുടെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദർ ഈസ് എ ഡിസോർഡർ. അവിടെ ഒരു വലിയ ഡിസോർഡറാണ് ഇക്കോളജി ഓഫ് മാൻ. നമ്മുടെ പരിസ്ഥിതി ശാസ്ത്രത്തിനും അവിടെ വലിയൊരു ഡിസോർഡറാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് പോപ്പ് ബെനഡിക്റ്റ് 16 പഠിപ്പിച്ചു. അതിനുശേഷം പോപ്പ് ഫ്രാൻസിസിൻ്റെ വരുമ്പോൾ ഇത് തന്നെ എടുത്ത് പോപ്പ് ഫ്രാൻസിസ് കോട്ട് ചെയ്തിട്ട് അദ്ദേഹം ജെൻഡർ ഐഡിയോളജിയെ പല വിധത്തിൽ അദ്ദേഹം അതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോകാൻ ഇനിയും വിഷയങ്ങളുണ്ട്. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. കൂടുതൽ ഊർജ്ജത്തോടെ തീർച്ചയായിട്ടും പഠനങ്ങൾ നമുക്ക് നടത്താം. തീർച്ചയായിട്ടും നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും സാറ്. ഓക്കെ. ഈശോയെ, അങ്ങയുടെ
വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ വീണ്ടും നന്ദി പറയുകയാണ്. ഞങ്ങളുടെ നേച്ചർ തന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഞങ്ങളായിരിക്കുന്ന അവസ്ഥ ഒരുപക്ഷെങ്കിൽ ഞങ്ങളുടെ ശരീരപ്രകൃതി, ആണായിരിക്കുന്ന പെണ്ണായിരിക്കുന്ന അവസ്ഥ, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി, ഇതെല്ലാം അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു പക്ഷേങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാതെ അങ്ങ് സ്നേഹമുള്ളവനാണ് എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ദൈവം എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അലർജിയുള്ള ധാരാളം ആളുകൾ ഒരു പക്ഷേങ്കിൽ ഞങ്ങളുടെ ചുറ്റുപാടുകളും ഉണ്ടാകാം. അവരെയെല്ലാം ഈ സമയം അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ അടുപ്പിച്ച് നിർത്തുകയാണ്. അങ്ങ് തന്ന മനോഹരമായ ആ വലിയ വലിയ ഗിഫ്റ്റ്, ഞങ്ങളുടെ ശരീരമാകുന്ന, ഞങ്ങളുടെ സെക്ഷുവാലിറ്റി ആകുന്ന ആ ഗിഫ്റ്റിനെ അങ്ങയുടെ പദ്ധതി പ്രകാരം ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എന്നും ജീവിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അതിനു വേണ്ട എല്ലാ കൃപയും ഞങ്ങൾക്കും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഞങ്ങളുടെ സമൂഹത്തിലുള്ള സകലർക്കും ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സാമൂഹിക ജീവിയായ മനുഷ്യൻ, എന്നാൽ അവൻ തൻ്റെതായ തീരുമാനങ്ങൾ കൊണ്ടോ തൻ്റെതായ പ്രവൃത്തികൾ കൊണ്ടോ ഈ സമൂഹത്തിൻ്റെയും അവൻ്റെ തന്നെ നേച്ചറിൻ്റെയും അവൻ്റെ ചുറ്റുമുള്ള നേച്ചറിൻ്റെയും ഒക്കെ താളം തെറ്റിക്കുന്നുണ്ട്. തീരുമാനങ്ങൾ തെറ്റായി പോകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം പരിശുദ്ധ പിതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത് പോലെ, യു ആർ യുണീക്ക്, യു ആർ ഇൻഡിസ്പെൻസിബിൾ ആൻഡ് യു ആർ അൺറിപ്പീറ്റബിൾ. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ ഒട്ടും മടിക്കരുത്, മറക്കരുത്. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tobforlife.org.